ഈ പറയുന്ന ഓരോ ഭാവങ്ങളും ഓരോ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതെ, ഓരോ രീതിയിൽ നമുക്കത് സ്വീകരിക്കാം. പക്ഷെ ഇതിന്റെ ഒരു മെസ്സേജും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അമ്മയാണ് അവിടെ സമൂഹത്തിന് വലിയൊരു മാതൃക എന്നുള്ള സംഭവമാണ്. ഉറപ്പായിട്ടും. ഇവിടെ അച്ഛന് ഏതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. അച്ഛനത് പരിപാലിച്ചു പോകാൻ വേണ്ടി മാത്രമാണ്. അമ്മയാണ് ഇത് ശരിക്കും പൂർണ്ണ. ഈ ഓരോ രൂപങ്ങളും ഓരോ ഭാവങ്ങളും അമ്മ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുടുംബത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു പടി ഒരു സംഭവം മാറില്ല. ആ ഒരു ഭാവത്തിലായിരിക്കണം ഓരോ കാര്യങ്ങളും. ഇപ്പോ ഈ പറയുന്ന കാലരാത്രി എന്ന് പറയുന്ന സമയത്ത് കൂഷ്മാണ്ഡത്തിൽ നിന്നും അടുത്തതിലേക്ക് വരുന്ന സമയത്ത് അച്ഛന്റെ രൂപഭാവം മാറുകയാണെങ്കിൽ അമ്മ അവിടെ ഭദ്രകാളി ആവണം അല്ലെ? അവിടെ ഞാൻ എന്താ പറയാ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എന്റെ ഭർത്താവാണെന്ന് മറക്കുക. ആ രൂപത്തിനെ നമ്മൾ, ആ ഭാവത്തിനെ നമ്മൾ സ്വാംശീകരിച്ചിട്ട് അതിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആവും. ഇപ്പൊ എത്രയോ പേര് നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് ഹസ്ബൻഡ് സ്ഥിരം പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു. പക്ഷെ ഹസ്ബൻഡ് പറയുന്നുണ്ട് വൈഫ് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ രൂപങ്ങളെ, ഭാവങ്ങളെ നമ്മൾ സ്വാംശീകരിച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും മക്കള് മാറും എന്നുള്ളതാണ്. മക്കൾക്കൊരു പ്രൊട്ടക്ഷൻ. മക്കൾ ഇത് കണ്ടാണല്ലോ വളരുന്നത്, അല്ലേ? അതെ, ജനറ്റിക്കലായിട്ട് തന്നെ സ്ത്രീക്ക് സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാനുള്ള ഒരു ശക്തിയോട് കൂടിയാണ്. അത് സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. അതല്ലാതെ ഇപ്പൊ സ്ത്രീയുടെ പരിമിതിയോ സ്ത്രീയുടെ എന്തോ കേമത്വമോ അങ്ങനെയൊന്നുമല്ല. പുതിയ പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരുവാനും അതിൽ നിന്നും തൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ആ സാഹചര്യത്തെ മാറ്റി കൊണ്ടുവരാനുമുള്ള സാമർഥ്യമോ ബുദ്ധിശക്തിയോ കഴിവോ എല്ലാം സ്ത്രീയുടെ സൃഷ്ടിയിലുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പുരുഷനിലും ഉണ്ടാകാം. ഇത് ഇങ്ങനെയുള്ള ഗുണദോഷങ്ങളോടുകൂടിയ പുരുഷനും ഉണ്ടാകാം. പക്ഷെ സ്ത്രീ സൃഷ്ടിയിൽ എന്തായാലും വർദ്ധിച്ച അളവിൽ ഈ ഒരു സംഗതിയുണ്ട്. അപ്പോ എത്ര വഴി തിരിഞ്ഞു നടക്കുന്നവനായി കഴിഞ്ഞാലും ശരി, ഭർത്താവായാലും മകനായാലും അവരെ തന്ത്രപരമായിട്ടോ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള വൈഭവം സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചിലപ്പോ കുറച്ച് കാലം എടുക്കുമായിരിക്കും. ഇപ്പൊ ഇന്നത്തെ പെൺകുട്ടികൾ ചോദിക്കും ഇത്രയും ത്യാഗം ചെയ്യണോന്നൊക്കെ ചോദിക്കും. ഈ ത്യാഗം ചെയ്യുമ്പോഴാണ് കുടുംബം, നമ്മുടെ സംസ്കാരം ഇങ്ങനെ ഇന്നും നിലനിൽക്കുന്നത്. കുറെ പേര് മറ്റൊരു വഴിക്ക് നടക്കുമ്പോഴും ഇത് ചെയ്യാൻ, ഇതിനെ ത്യാഗമെന്നൊന്നും പറയാനില്ല, ഇത് വലിയ നേട്ടമാണ്. തലമുറകൾ കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യുന്ന ഒരു അമ്മയെ തലമുറകൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഓർമ്മിക്കും. അവരൊരു പ്രധാനി ആയിട്ട് തന്നെ ഉണ്ടാകും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജനിച്ച് ഒരു 10, 60, 70 കൊല്ലം ഇവിടെ ജീവിച്ചു എന്നതിലല്ല കാര്യം. നമ്മൾ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും അവിടെ ഉണ്ടാവുക. അമ്മൂമ്മയുണ്ട്, അമ്മയുടെ അമ്മ പേര് തങ്കമ്മ എന്നാണ്. പക്ഷെ ഇവിടെ പറയേണ്ട വേദിയല്ല, നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നു അമ്മുമ്മയുടെ ഒരു എന്താ പറയാ, അമ്മയുടെ അമ്മയല്ല, അതിന്റെ അമ്മയാണ്. അപ്പൊ നമ്മുടെ ഞാനൊരു 7ാം ക്ലാസ്സിൽ നിന്നൊക്കെ എപ്പോഴാണ് അമ്മ മരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഓർമ്മയുണ്ട്, ആ ഇംപ്ലിമെന്റേഷൻ, രാജകീയമായിട്ടുള്ള ഓരോ ഭാവങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. അവർക്ക് എത്ര പ്രായമായി എന്ന് പറഞ്ഞാലും എത്ര വയ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ ഒരു പ്രഭാവത്തിന് യാതൊരു മങ്ങലും ഉണ്ടാവില്ല. അപ്പോ ഈ ഒരു അവസ്ഥകളിൽ കൂടി എല്ലാം കടന്നുപോയി 8ാമത്തെ ദിവസം ഈ ഒരു മാതൃരൂപത്തിലുള്ള ആരാധന അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, മഹാഗൗരിയുടെ ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം 9ാമത്തെ ദിവസം എല്ലാം നേടി എന്തും കൊടുക്കാൻ റെഡിയായി സിദ്ധിദ, എല്ലാ സിദ്ധികളെയും. കാരണം ഇനി ഒന്നും എന്നിലേക്ക് ഇങ്ങോട്ട് സന്നിവേശിപ്പിക്കാനായിട്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ എന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് വെക്കേണ്ടതല്ല ഈ അറിവുകളൊന്നും, കഴിവുകളൊന്നും. എല്ലാ സിദ്ധികളെയും ദാനം ചെയ്യാനുള്ളതായിട്ടുള്ള ആ ഒരു പരാശക്തിയുടെ മൂർത്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്തും കൊടുക്കാം, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ സ്വാർത്ഥ മോഹത്തോടു കൂടി ഒന്നും അവിടെ മാറ്റിവെക്കുന്നില്ല. എന്ത് ചോദിച്ചാലും ആ പരാശക്തി നൽകിയിരിക്കും. ആ ഭാവമാണ്. അപ്പോ സിദ്ധിദ 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയായിട്ടുള്ള
മഹാദേവിയെ, പരാശക്തിയെയാണ് ഉപാസിക്കുന്നത്. നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം വിജയദശമിയാണ്. എന്തും പുതുതായിട്ട് ഏതൊരു സംഗതിയും ആരംഭിക്കുക, പ്രത്യേകിച്ചും വിദ്യയുടെ ആരംഭമാണ്. വിദ്യ മാത്രമല്ല, കലകളായി കഴിഞ്ഞാലും സാഹിത്യമോ കലയോ അതല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാനായാലും എല്ലാത്തിനും വിജയദശമി ദിവസം വളരെ ഗുണമാണ്. കാരണം ഈ എല്ലാ ഭാവങ്ങൾ അതായത് പരാശക്തിയുടെ ഇത്രയും 9 ഭാവങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ അതാത് ദിവസം അതാത് രൂപഭാവങ്ങളെ ഉറപ്പിച്ച് വ്രതനിഷ്ഠയോട് കൂടിയിട്ട്, നവരാത്രി വ്രതത്തിനാണ് കേട്ടോ പ്രാധാന്യം. നമ്മൾ പല സ്ഥലങ്ങളിലെ ഉത്സവങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞുവെങ്കിലും കേരളത്തിന്റെ പ്രത്യേകതയും അതാണ്. നമുക്ക് വ്രതമാണ് നവരാത്രിക്ക് മുഖ്യം, അതാണ്. ഈ ദേവിയുടെ ഈ ഓരോ ദിവസവും ഓരോ ഭാവത്തെയായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഓരോ ദിവസവും വ്രതനിഷ്ഠയോട് കൂടിയിട്ട് പോവുക. കുട്ടികളെ ആണെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, അന്നത്തെ ദിവസം നോണൊന്നും കഴിക്കാതിരിക്കുക, വെജിറ്റേറിയൻ മാത്രമായിരിക്കുക. അത് തന്നെ വളരെ നിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണം, ഒരുപാട് കഴിച്ച് ഉറക്കം വരുന്ന രീതിയിൽ വയറ് നിറച്ചങ്ങോട്ട് കഴിക്കരുത്. അപ്പോൾ കുറച്ചും കൂടി സുഖകരമായിട്ടുള്ള, ശരീരത്തിന് ദഹന വ്യവസ്ഥയ്ക്കൊക്കെ സുഖകരമായിട്ടുള്ളത് പഴങ്ങളോ, നമുക്ക് ധാരാളം ഉള്ളതാണ് ഇളനീര്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിലും പക്ഷെ ശരീരത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. നമുക്ക് ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു പരിമിതമായിട്ടുള്ള, എന്നാൽ വിശന്ന് തളരണം എന്നല്ല പറയുന്നത്, പരിമിതമായിട്ടുള്ള എളുപ്പം ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ഒക്കെ കഴിച്ച് ആരാധനാ സന്ധ്യക്ക് പ്രാർത്ഥനാദികൾ എല്ലാം ചെയ്തിട്ട് കൃത്യസമയത്ത് കിടന്നുറങ്ങി. ഈ വ്രതത്തിന് ഉറക്ക നിഷിദ്ധമല്ല, പകൽ ഉറങ്ങാൻ പാടില്ല എന്നേയുള്ളൂ. കൃത്യസമയത്ത് രാത്രി ഉറങ്ങി 9 ദിവസവും ഈ നിഷ്ഠയോട് കൂടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ദിവസം വിജയദശമിയിൽ പുതിയ എന്തും ആരംഭിക്കാം. നല്ല അപ്പൊ ശരിക്കും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അല്ലെ? നമ്മുടെ ഭക്ഷണവും നമ്മളുടെ ചുറ്റിനുമുള്ള അന്തരീക്ഷവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ എത്ര ബുദ്ധിയുണ്ട്, എത്ര കഴിവുണ്ട്, എത്ര സാമർഥ്യമുണ്ട്, ഞാൻ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കും എന്ന് പറയുന്ന വ്യക്തിയും ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ 9 ദിവസം വളരെ ശാന്തമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 10ാമത്തെ ദിവസം അദ്ദേഹത്തിന് പുതിയ തീരുമാനങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. ഏത് വലിയ വിഷയത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എല്ലാ നന്മ അന്ന് തുടങ്ങുന്ന വിജയദശമി ദിവസം ഇപ്പൊ മുഹൂർത്തൊക്കെ ധാരാളം മുഹൂർത്തൊക്കെ ചോദിച്ചു വരാറുണ്ട്. വളരെ തിരക്കിട്ട് ഈ നവമിയുടെ അന്ന് രാത്രി വിളിച്ചു ചോദിക്കും, അത് തീർന്നിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, നാളെ ഇത് തുടങ്ങണം. അപ്പോ ഇങ്ങനെ വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. വിജയദശമി എന്നിട്ട് പിന്നീട് വിജയദശമിക്ക് തുടങ്ങിയിട്ട് എനിക്ക് എന്താ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ഈ 9 ദിവസവും ഈ വ്രതനിഷ്ഠകളോട് കൂടി ഈ ശക്തിയാണ് ഈ പരാശക്തി എന്ന് പറയുന്നത് ഏറ്റവും അങ്ങേയറ്റത്തെ ശക്തിയുള്ളവൾ എന്നാണ് അർത്ഥം, പരാശക്തി അല്ലെ? അപ്പൊ ഈ ശക്തിയെ ആരാധിച്ചതിന് ശേഷമാണ് വിജയദശമി ദിവസം പുതിയ ഒരു സംഗതി തുടങ്ങേണ്ടത്. അല്ലാതെ ഓടിപ്പിടച്ച് തിരക്കിട്ട് ടെൻഷൻ അടിച്ചല്ല വിജയദശമിക്ക് ഒരു കാര്യം തുടങ്ങേണ്ടത്. അപ്പൊ അത്ര സമാധാനപരമായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട്, മാനസികാവസ്ഥയോട് കൂടി പുതിയൊരു സംഗതി ആരംഭിച്ചാൽ ഉറപ്പായും 100%, 101% സക്സസ്. സന്തോഷം. അതെ. അതായത് ടീച്ചർ ഇതിപ്പോ വളരെ എന്താ പറയാ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചത്. അവതരണത്തിനേക്കാളും അപ്പുറം ഇതൊരു വലിയൊരു ഇൻഫോർമേറ്റീവ് സംഭവമാണ്. ഈ നവരാത്രി കൊണ്ട് ഒരുപാട് അമ്മമാർക്ക് ചേഞ്ചസ് ഉണ്ടാകും. കാരണം സാധാരണ രീതിയിലുള്ള എല്ലാവർക്കും 9 ദിവസം ചെയ്യുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവും, അറിയാമായിരിക്കും. പക്ഷെ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു വിശേഷണം, ടീച്ചർ കൊടുത്തൊരു സംഭവം വളരെ വലുതാണ്. ഓരോ ഭാവങ്ങളെ സ്വാംശീകരിച്ച് ഒരു അമ്മയായി നിന്നുകൊണ്ട് ആ കുടുംബത്തിനെയും സമൂഹത്തിനെയും, പ്രകൃതിയാണ് അമ്മ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ പ്രകൃതിയിൽ നിന്ന് വന്ന ഒരു ചൈതന്യമാണ് കുടുംബത്തിൽ നിർവഹിച്ച് വീണ്ടും പ്രകൃതിയിലേക്ക് സമർപ്പിക്കുന്ന ഭാവമാണ്. അപ്പൊ ഇതൊരു വലിയൊരു സംഭവമായി മാറട്ടെ, ഒരുപാട് അമ്മമാർക്ക് പ്രചോദനമാകട്ടെ, ഒരു അമ്മയായി നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ. സന്തോഷം. നന്ദി. എല്ലാവർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ. 100% എല്ലാവരും നല്ലത് വരട്ടെ. ഈ പറയുന്ന തീരുമാനങ്ങൾ വളരെ, എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ടെൻഷൻ ആണെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധി ദേവിയെ സ്വാംശീകരിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് ഈ നവരാത്രി നല്ലൊരു നവരാത്രി ആകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ
കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.